നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസിൽ പുറത്തുവരുന്നത് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജയ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നെല്ലങ്കര യൂണിറ്റ് വാർഷികം ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി ജനസേവന സമിതി ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളുടെ സമ്മാനദാനം മേയർ MK വർഗീസ് നിർവഹിച്ചു. ലോകത്തിലെ ഏറ്റവും ചെറിയ ഡ്രസ് സൃഷ്ടിച്ച കണ്ണാറ സ്വദേശി അജു രതീഷ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി. വിശദമായ വാർത്തകളിലേക്ക്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസിൽ പുറത്തുവരുന്ന വിവരങ്ങൾ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. അതീവ ഗുരുതരമായ സംഘടിത കുറ്റകൃത്യമാണ് നടന്നത്. ഒരു ഇരയുടെ മാത്രം കേവലം പ്രശ്നമല്ല ഇത്. 15 പെൺകുട്ടികളും കളമശ്ശേരിയിൽ വെച്ച് ഒരു ആൺകുട്ടിയും ചികിത്സ തേടിയതായും പോലീസിന്റെ പക്കൽ വിവരങ്ങളുണ്ട്. ഇന്നലെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിന് കഴിയുമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസിനുള്ളിലെ ഗുണ്ടാ സംഘമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പുറത്തുവരുന്ന പല വിവരങ്ങളും കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ്. അതീവ ഗുരുതരമായ ഒരു സംഘടിത കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഇത് കേവലം ഒരു ഇരയുടെ മാത്രം പ്രശ്നമല്ല. ഇതിനോടകം 15-ലധികം പെൺകുട്ടികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അവരെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കി പരാതികൾ പുറത്തു വരാതിരിക്കാൻ നീക്കം നടന്നതുമായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 15 പെൺകുട്ടികളും കളമശ്ശേരിയിൽ അതിഗുരുതരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു ആൺകുട്ടിയും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിൻ്റെ വിവരങ്ങളും പോലീസിന് ലഭിച്ചതാണ്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. കർണാടകയിൽ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗികാതിക്രമ കേസ് പോലെ വലിയ മാനങ്ങളുള്ള ഒരു കേസാണ് ഇപ്പോൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് ചുരുങ്ങിയത് 15 പെൺകുട്ടികളെങ്കിലും ഇങ്ങനെയുള്ള പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വൈകുന്നത് ഈ കേസിലെ മറ്റ് ഇരകൾ അവരുടെ പക്കലുള്ള വിവിധങ്ങളായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാൻ പ്രതിക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും അതുവഴി സാധിക്കും. ഇന്നലെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ പോലീസ് വലിയ അമാന്തമാണ് കാണിച്ചത്. രക്ഷപ്പെടാൻ പഴുതുകൾ ഒരുക്കുകയാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. ഇന്ന് ഇത്ര സമയമായിട്ടും പ്രതിയെ സംബന്ധിച്ച് ഒരു സൂചനയും പോലീസിന് ഇല്ല എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ കഴിവിനെക്കുറിച്ച് അറിയുന്നവരാരും ശരിയായി അത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പുത്തൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും സ്ഥാനാർത്ഥികൾ അണിനിരന്നുള്ള പ്രകടനം നമ്പ്യാർ റോഡ് ജയ് ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പൊതുയോഗം KPCC സെക്രട്ടറി ഷാജി ജെ കോടങ്ങണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വളരെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് അധികാരത്തിൽ വന്നതെന്നും എന്നാൽ അതൊന്നും തന്നെ കഴിഞ്ഞ ഭരണകാലയളവിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നും സാധാരണക്കാരനെ ഇന്ന് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഓരോ ദിവസവും സംസ്ഥാനത്ത് ആത്മഹത്യയുടെ എണ്ണം കൂടി വരികയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഷാജി കോടങ്ങണ്ടത്ത് പറഞ്ഞു. UDF പുത്തൂർ മണ്ഡലം ചെയർമാൻ സിനോയ് സുബ്രഹ്മണ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
DCC ജനറൽ സെക്രട്ടറി ജേജു സെബാസ്റ്റ്യൻ, കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ പ്രസിഡന്റ് ഏലിയാസ്, UDF ഒല്ലൂർ നിയോജകമണ്ഡലം ചെയർമാൻ ജോണി ചെറിയത്ത്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റിൻസൺ വർഗീസ്, ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബൈജു, VV മുരളീധരൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ KN വിജയകുമാർ, EA ഓമന, ഡിറ്റു മഞ്ഞളി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്കായി സിനോയ് സുബ്രഹ്മണ്യൻ ചെയർമാനായും O ശോഭചന്ദ്രൻ ജനറൽ കൺവീനർ, ഷാജു തൊമ്മാന, ഗജാഞ്ചി എന്നിവരുൾപ്പെടുന്ന 251 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും യോഗത്തിൽ രൂപീകരിച്ചു. അത് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. പല ആളുകളും ചെല്ലുമ്പോൾ പറയുന്നു 2000 രൂപ കിട്ടിയിട്ട് എന്ന് ചിലവരോട് പറയുന്നു. അവർ പറയുന്നു പെൻഷൻ 2000 രൂപ കിട്ടി, 1600 രൂപ കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞപ്പോൾ വെറും പിച്ച കാശ് 400 രൂപയാണ് കൂട്ടിയത്. അതിന് 5 വർഷം വേണ്ടി വന്നു. എലക്ഷന്റെ ഡിക്ലറേഷൻ വരുന്നേക്കാളും 1 മാസം മുമ്പാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ജനങ്ങളോട് തുറന്നു പറയാൻ സാധിക്കണം, രാഷ്ട്രീയപരമായി നേരിടാൻ സാധിക്കണം. ഈ കേരളത്തിലുള്ള അഴിമതിയെ കുറിച്ച് പറയണം. ശബരിമല വിഷയത്തിൽ ആ ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് ഇടതുപക്ഷമാണെന്ന് പറയണം. ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയെ കുറിച്ച് പറയണം, അതുപോലെ തന്നെ അഴിമതികളെ കുറിച്ച് പറയണം, അതുപോലെ തന്നെ വിലക്കയറ്റത്തെ കുറിച്ച് പറയണം. 2 രൂപയുടെ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് പെട്രോളിൽ നിന്ന് സെസ് ഏർപ്പെടുത്തുമ്പോൾ പറഞ്ഞത് സാമൂഹ്യ പെൻഷനുകൾ കൊടുക്കാനാണെന്ന്. എത്ര ക്ഷേമനിധികളാണ് മുടങ്ങിക്കിടക്കുന്നത് കേരളത്തിൽ? തൊഴിൽ മേഖലയിൽ ക്ഷേമനിധികൾ മുടങ്ങിക്കിടക്കുകയല്ലേ? എല്ലാ മേഖലകളിലും ക്ഷേമനിധികൾ മുടങ്ങിക്കിടന്ന ആളുകൾ കഷ്ടപ്പെടുകയാണ്. 2 രൂപയിലെ സെസ് വർദ്ധിപ്പിച്ചപ്പോൾ വിലക്കയറ്റം കുത്തനെ കയറി. ഇന്ന് ഇന്ത്യയിൽ ഇൻഫ്ലമേഷൻ റേറ്റിൽ വിലക്കയറ്റത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. 7.5, ദേശീയ ശരാശരി വെറും 3.5 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം കേരളം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന്. കേരളത്തിന്റെ സാമ്പത്തിക നിലയെ പിടിച്ചു നിർത്തണമെങ്കിൽ, വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ സപ്ലൈകോ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ കൂടെ സാധാരണക്കാർക്ക് അവശ്യ വസ്തുക്കൾ വിൽക്കണം, ന്യായവിലയ്ക്ക് വിൽക്കണം. എന്നാൽ സപ്ലൈകോ തകർന്നു, റേഷൻ സംവിധാനം തകർന്നു, സാധാരണക്കാരന് സാധനങ്ങൾ ന്യായവിലയ്ക്ക് കൊടുക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർത്ത് തരിപ്പണമായി എടുക്കുന്നു. ഇലക്ട്രിസിറ്റി കുത്തനെ കൂടുന്നു. എന്തിനേറെ പറയുന്ന സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങൾക്കും വലിയ വിലയാണ് പോകുന്നത്. എല്ലാ സംവിധാനങ്ങൾക്കും കാശ് കൂട്ടിയിരിക്കുകയാണ്. നികുതി എത്രയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്? ഇലക്ട്രിസിറ്റി, വെള്ളക്കര എല്ലാം വർദ്ധിപ്പിച്ചിരിക്കല്ലേ. വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ വൈസ് ചാൻസലർമാരില്ല, കോളേജുകളിൽ ഹെഡ്മാസ്റ്റർമാരില്ല, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്മാരില്ല. വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം, രാഷ്ട്രീയപരമായി ഇലക്ഷനെ നേരിടണം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തെ ആത്മഹത്യ ചെയ്തത് 50,000-ലധികം പേരാണ് ആത്മഹത്യ ചെയ്തത്. ഇന്ന് ഞാൻ നടത്തറ പോയത് ഒരു കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടി ആത്മഹത്യ ചെയ്ത ഒരു വീട്ടിൽ കയറിയിട്ടാണ് ഞാൻ വരുന്നത്. 454 പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിവരാശന അപേക്ഷ കൊടുത്തപ്പോൾ കിട്ടിയ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. 50,000 പേരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത്. സാംസ്കാരികപരമായി, വിദ്യാഭ്യാസപരമായി, സാക്ഷരതയും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലാണ് 50,000 പേര് ആത്മഹത്യ ചെയ്തത്. എന്തുകൊണ്ടാണ്? സാമ്പത്തിക പ്രതിസന്ധിയാണ്. തൃശൂർ പുത്തൻപള്ളിയിലെ 100ാം പ്രതിഷ്ഠാ തിരുനാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഇന്ന് വൈകിട്ട് 4:30 നടക്കുന്ന ദിവ്യബലിക്കും കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കും അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് രാത്രി 7:30 35 കലാകാരന്മാർ അണിനിരക്കുന്ന വാദ്യമേളം നടക്കും. നാളെ വൈകിട്ട് 6:30 വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള വാദ്യമേളങ്ങളോടെ ആരംഭിക്കും. രാത്രി 9:30 അമ്പു എഴുന്നള്ളിപ്പ് പള്ളിയിൽ എത്തിച്ചേരും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 100 കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വാദ്യമേളം നടക്കും. വൈകിട്ട് 4:15 ബസിലിക്കയിൽ നിന്ന് ലൂർദ് കത്തീഡ്രലിലേക്ക് ജപമാല പ്രദക്ഷിണവും തുടർന്ന് ലൂർദ് കത്തീഡ്രലിൽ നിന്ന് ബസിലിക്കയിലേക്ക് വ്യാകുലം എഴുന്നള്ളിപ്പും നടക്കും. ഡിസംബർ 1 വൈകിട്ട് 6:30 പുത്തൻപള്ളി അങ്കണത്തിൽ ബാൻഡ് മേളവും തുടർന്ന് വർണ്ണമഴയും നടക്കും.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നെല്ലങ്കര യൂണിറ്റ് വാർഷികം മണ്ണുത്തി സൊസൈറ്റി ഹാളിൽ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പത്മിനി രാധാകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. ഏരിയ സെക്രട്ടറി ഷീജ പോൾ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി ബിജു ബെന്നിയും ട്രഷറർ സുധാ മനോഹരൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ശ്രീലത പ്രമോദ് സ്വാഗതവും ജിൻസി ഡേവിസ് നന്ദിയും പറഞ്ഞു. ആ മന്ത്രിമാരവിടെ എണീറ്റില്ലെന്നുള്ളതാണ്. കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കം അവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മളെ വീക്ഷിച്ചത്. കാരണം ലക്ഷക്കണക്കിന് ആളുകളെ വളരെ അച്ചടക്കത്തോടു കൂടി മുഴുവൻ കസേരകളിലും നിരന്നിരുന്നുകൊണ്ട് ഒരു ആള് പോലും എണീറ്റ് പോകാതെ ഇരിക്കുന്ന ഒരു കാഴ്ച വളരെ വലിയ ഒരു സംഭവമായി മാറി. കൊല്ലം നഗരത്തിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അത്ര വലിയൊരു സംഭവം അവിടെ നടക്കുമ്പോഴേ മണ്ണുത്തി ജനസേവന സമിതി ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തിയ ചിത്രരചനാ മത്സരങ്ങളുടെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ മേയറും ജനസേവന സമിതി പ്രസിഡന്റുമായ MK വർഗീസ് സമ്മാനദാനം നിർവഹിച്ചു. ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിസി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സമിതി ജനറൽ സെക്രട്ടറി CO വിൽസൺ, വനിതാ വിഭാഗം സെക്രട്ടറി അല്ലി മോഹനൻ, ട്രഷറർ ലീബ ഡിക്സൺ, വൈസ് പ്രസിഡന്റ് PG മുരളീധരൻ, ജോയിന്റ് സെക്രട്ടറി ജാനകി കുമാരൻ, വിശ്വമിത്രൻ, കുമാരൻ AV, പ്രദീപ് കുമാർ, MK മോഹനൻ, MD ഡിക്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ 2025 പതിപ്പിൽ ഇടം നേടിയ അജു രതീഷിനെ കണ്ണാറ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. മിനിയേച്ചർ ഡ്രസ് ഡിസൈൻ മേഖലയിൽ നടത്തിയ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്കാണ് ഈ അംഗീകാരം ലഭിച്ചത്. വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരവ് നടത്തിയത്. വാർഡ് പ്രസിഡന്റ് നിബിൻ ദേവരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിജയകുമാർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് മിനി നിജോ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാബു തോമസ്, KDF സംസ്ഥാന സെക്രട്ടറി സുഗു KP, വാർഡ് കമ്മിറ്റി അംഗങ്ങളായ കുഞ്ഞപ്പൻ ഇളമ്പറത്തോട്ടം, ഐസക് തൊണ്ടിമറ്റത്തിൽ, ജിമ്മി ചണ്ടാഴത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. സുകുമാർ അഴിക്കോട് സ്മാരക മലയാള പ്രസംഗ മത്സരം ഡിസംബർ 28-ന് തൃശൂർ പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിഷയം കക്ഷി രാഷ്ട്രീയ ഇടങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനവും അഴിക്കോട് വിചാരവും. സമയം 5 മിനിറ്റ്. ആദ്യ 3 സ്ഥാനക്കാർക്ക് 5000, 3000, 2000 ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും അഴിക്കോടിന്റെ തൊത്തമസിയും സമ്മാനമായി നൽകും. തുടർന്നുള്ള 7 സ്ഥാനക്കാർക്കും പ്രോത്സാഹന സമ്മാനവും സർട്ടിഫിക്കറ്റും നൽകും. ഡിസംബർ 12-ന് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. വാർത്താ സമ്മേളനത്തിൽ രാജൻ തലോ, സനിൽ കൈതവളപ്പിൽ, K വിജയരാഘവൻ, ജഷിൻ പാലത്തിങ്കൽ, സലീം മാത്യൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You
have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ഈ വർഷത്തെ ബോൺ നത്താലയോടനുബന്ധിച്ച് തൃശൂർ ശക്തൻ നഗറിൽ നടക്കുന്ന ബോൺ നത്താല എക്സിബിഷൻ കാൽനാട്ടുകർമ്മം തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസും തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്തും ചേർന്ന് നിർവഹിച്ചു. ഡിസംബർ 15 മുതൽ 2026 ജനുവരി 5 വരെയാണ് എക്സിബിഷൻ. തുടർന്ന് നടന്ന പൊതുയോഗം തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മോൺസിഞ്ഞോർ ജോസ് കോണിക്കര അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ജോർജ് ചിറമൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ഏകോപന സമിതി സെക്രട്ടറി ഷിൻഡോ മാത്യു, ചീഫ് കോർഡിനേറ്റർ ജോജു മഞ്ഞില, പി എസ് ബാബു, വർക്കിംഗ് ജനറൽ കൺവീനർ ആന്റണി എ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബോണത്താലയുമായി ബന്ധപ്പെട്ട് കാൽനാട്ടുകർമ്മം പൂർത്തീകരിച്ചു. ഇനി നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ യുണൈറ്റഡിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ ഭംഗിയായി നടത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ യുണൈറ്റഡിനെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ധാരണയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അത് പൂർത്തീകരിക്കുമെന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മനോഹരമായി നടത്താൻ നമുക്ക് നമ്മുടെ മേയറുടെ നേതൃത്വത്തിൽ, മേയറും ഞാനുമാണ്, മേയറുടെ നേതൃത്വത്തിൽ വർഗീസേട്ടൻ കഴിഞ്ഞ 5 വർഷം ഏറ്റവും നന്നായിട്ട് സഹകരിച്ചു. ഒരു നല്ല കയ്യടി വർഗീസേട്ടന് കൊടുക്കണം. കൊട്ടേക്കാട് യുവജന കലാസമിതിയുടെ 9ാമത് NK ദേവസി സ്മാരക അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവം ഡിസംബർ 1 മുതൽ 5 വരെ റീജിയണൽ തിയേറ്ററിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 1 നടൻ സുനിൽ സുഗത ഉദ്ഘാടനം നിർവഹിക്കും. ഡേവിസ് കണ്ണനായ്ക്കൽ അധ്യക്ഷം വഹിക്കും. ജോസ് ആലുക്കാസ് മുഖ്യാതിഥിയായിരിക്കും. ഫാദർ ഫ്രാങ്കോ കവലക്കാട് ഉപഹാര സമർപ്പണം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡേവിസ് കണ്ണനായ്ക്കൽ, CJ ജെൻസൺ, ജോൺസൺ ചിറ്റിലപ്പിള്ളി, CL ഇഗ്നേഷ്യസ്, സാബു ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ദൈവം തന്റെ ശക്തിയും സാന്നിധ്യവും ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന ബലിപീഠം മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ പുനഃസ്ഥാപിച്ചു. ബലിയും ബലിവസ്തുവും ബലിയർപ്പകനും പുതിയ നിയമത്തിൽ ഒന്നു തന്നെയാണെന്നും നമുക്കുവേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും ജീവൻ ഹോമിച്ച കാൽവരിയിലെ ബലിയർപ്പണത്തെ ഓർമ്മിപ്പിക്കുന്ന ബലിപീഠം ഏറെ പുണ്യസ്ഥലമാണെന്നും വെഞ്ചിരിപ്പിനെ മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് തൃശൂർ അതിരൂപത സഹായമെത്രാൻ അഭിമന്യ മാർ ടോണി നീലങ്കാവിൽ ഇടവക സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു. ഇടവക വികാരി റവറൻ ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ഫ്രാൻസിസ് പുതുക്കര, റവറൻ ഫാദർ ഗ്ലാഡി നീലങ്കാവിൽ, റവറൻ ഫാദർ ഫാബിൻ നീലങ്കാവിൽ, ഫാദർ ലിജോ പതിപ്പറമ്പൻ തുടങ്ങിയവർ കുദാശ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു.
തിരുകർമ്മങ്ങൾക്ക് ശേഷം ആശാരിമാരെ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. വടക്കാഞ്ചേരി ഗുരുദേവ സന്നിധിയിൽ ചതയദിന പ്രാർത്ഥന വടക്കാഞ്ചേരി ശാഖാ പ്രസിഡന്റ് ഡോക്ടർ കെ ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ നടന്നു. സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഉത്തമൻ ചെറുമൽ, പി എ കുമാരൻ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, സെക്രട്ടറി ശോഭ പി കെ, വനിതാ സംഘം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷീബ മോഹനൻ, ജയന്തി മോഹനൻ, ശാന്ത ശ്രീധരൻ, അംഗങ്ങളായ രഹന മനോഹരൻ, മായ ഉത്തമൻ, രവി മധുപള്ളി തുടങ്ങിയവർ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ രക്ഷാ സദസ്സ് ഡിസംബർ 2 10 മണിക്ക് സാഹിത്യ അക്കാദമി ഹാളിൽ കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിനാശകരമായ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ വിശദീകരിക്കുന്ന സദസ്സിൽ MP സുരേന്ദ്രൻ അധ്യക്ഷം വഹിക്കും. ഡോക്ടർ MP മത്തായി, PV കൃഷ്ണൻ നായർ, റഫീഖ് അഹമ്മദ്, ഡോക്ടർ ആസാദ്, ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ MP സുരേന്ദ്രൻ, M ഷാജഹാൻ, ഡോക്ടർ M പ്രദീപൻ, നവാസ്, CR ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്. 1,73,00,000 രൂപയുടെ നഷ്ടപ്പെട്ട കേസിലെ പ്രതിയെ പെരിന്തൽമണ്ണയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. വെളുത്തൂർ സ്വദേശിയിൽ നിന്നും 1,73,00,000 രൂപ തട്ടിയെടുത്ത സംഭവത്തിനാണ് പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് അൻവർ എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പെരിന്തൽമണ്ണയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് CBI ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് 2025 ഒക്ടോബർ 1 തീയതി മുതൽ 2025 ഒക്ടോബർ 10 തീയതി വരെ ഡിജിറ്റൽ അറസ്റ്റാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പരാതിക്കാരിൽ നിന്നും 1,73,00,000 രൂപ തട്ടിയെടുത്തത്. കുന്നംകുളത്തെ ബാറിലെ ജീവനക്കാരെ പ്രവർത്തന സമയം കഴിഞ്ഞ് ബാറിലെത്തി മദ്യം ചോദിച്ചപ്പോൾ കൊടുക്കാത്തതിലുള്ള വിരോധം വെച്ച് ഇരുമ്പു പൈപ്പ് കൊണ്ടും വാളുകൊണ്ടും ആക്രമിച്ച് പ്രതിക്ക് 12 വർഷം 3 മാസം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. പ്രവർത്തന സമയം കഴിഞ്ഞ് ബാറിലെത്തി മദ്യം ചോദിച്ചതിൽ കൊടുക്കാത്തതിലുള്ള വിരോധത്താൽ ബാർ ജീവനക്കാരെ താമസ സ്ഥലത്ത് വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ 1ാം പ്രതിയായ ജഷീറിനെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി ആകെ 12 വർഷം 3 മാസം കഠിന തടവിനും 7,000 രൂപ പിഴയടയ്ക്കുവാനും പിഴയടച്ചില്ലെങ്കിൽ 2.5 മാസം കഠിന തടവിനും ശിക്ഷിച്ചത്. കാപ്പ നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച് ആക്രമണം നടത്തിയ കേസിൽ സ്റ്റേഷൻ റൌഡി എസ്കോബർ സനത്തും 4 കൂട്ടാളികളും റിമാൻഡിലേക്ക്. ചെമ്മാമ്പള്ളി വടക്കുമുറി സ്വദേശി കൊണ്ടറപ്പശ്ശേരി വീട്ടിൽ നിതീഷ് എന്നയാളെയാണ് ചെമ്പാമ്പള്ളി 4 സെന്റ് ഉന്നതിയിൽ വെച്ച് വടികൊണ്ടും കൈകൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് കാപ്പ നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച സ്റ്റേഷൻ റൌഡിയായ എസ്കോബർ എന്നറിയപ്പെടുന്ന തൃപ്രയാർ കിഴക്കേ നട സ്വദേശി മാളുതറ വീട്ടിൽ സന്നദ്ധ്, ഇയാളുടെ സഹോദരൻ സന്ദീപ്, ചെമ്മാമ്പള്ളി വടക്കുമുറി സ്വദേശി വടക്കുംതുള്ളി വീട്ടിൽ ഷാരോൺ, ചാഴൂർ സ്വദേശി അടിയാറ വീട്ടിൽ നവനീത്, താന്യം സ്വദേശി ചാരിച്ചട്ടി വീട്ടിൽ അഭിജിത്ത് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസിൽ പുറത്തുവരുന്നത് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണെന്ന് ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ. പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജയ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നെല്ലങ്കര യൂണിറ്റ് വാർഷികം ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി ജനസേവന സമിതി ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളുടെ സമ്മാനദാനം മേയർ MK വർഗീസ് നിർവഹിച്ചു. ലോകത്തിലെ ഏറ്റവും ചെറിയ ഡ്രസ് സൃഷ്ടിച്ച കണ്ണാറ സ്വദേശി അജു രതീഷ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.